ആദരണീയനായ അധ്യക്ഷൻ, പ്രഗത്ഭനായ ഭിഷഗ്വരനും സംഘാടകനും എൻ്റെ ആത്മമിത്രവുമായ ഡോക്ടർ PA ഫസൽ ഗഫൂർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം വേദിയിൽ നിന്നും തിരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അദ്ദേഹത്തെ അനുഗമിക്കുന്ന മറ്റു മന്ത്രിമാർ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ K മുരളീധരൻ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ഷംസുദ്ദീൻ, തുടർന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, കലാലോകത്തിൻ്റെ അഭിമാനമായ ശ്രീ കമൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, വളരെ ആഹ്ലാദകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദീർഘമായ ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനാണെങ്കിൽ സാമാന്യം നല്ല ബഹുവിധ രോഗപീഠകൾ, തൊണ്ട അടച്ചിരിക്കുകയായിരുന്നു, മൂക്കടപ്പായിരുന്നു, പനിയായിരുന്നു. അപ്പോൾ കഠിനമായ ചില മരുന്ന് കഴിച്ചിട്ടാണ് മറ്റ് പരിപാടികൾക്കൊന്നും പോകരുത് എന്ന് ഡോക്ടർമാരുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട്, ഡോക്ടർമാരുടെ വിലക്ക് ലംഘിക്കാൻ പാടില്ല, പക്ഷെ ഒരു ഡോക്ടർക്ക് കൊടുത്ത വാഗ്ദാനം ലംഘിക്കാതിരിക്കുക, അത് ഡോക്ടർ ഫസൽ ഗഫൂറിന് കൊടുത്ത വാഗ്ദാനമാണ് ഇതിന് വരാമെന്നുള്ളത്. അതുകൊണ്ടാണ് പരിപാടികൾക്ക് പോകരുതെന്ന എന്നോടുള്ള ഡോക്ടറുടെ വിലക്ക് അവഗണിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം MES-ഉം അതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ ഗഫൂറും, ഡോക്ടർ അബ്ദുൽ ഗഫൂറും കേരളീയ സമൂഹത്തിൻ്റെ വളർച്ചയിലും നവോത്ഥാനത്തിലും നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ ഇതുപോലൊരു സന്ദർഭത്തിൽ ഓർത്ത് ആദരിക്കുവാൻ മറ്റ് പ്രമുഖർക്കൊപ്പം ലഭിക്കുന്ന ഒരു സന്ദർഭം ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. ഇപ്പോൾ മറ്റൊരു വളരെ നല്ല കാര്യത്തിനും സാക്ഷിയാകാൻ കഴിഞ്ഞു. MES മെഡിക്കൽ കോളേജിന് ഡോക്ടർ PK ഗഫൂറിൻ്റെ നാമം നൽകുവാനുള്ള തീരുമാനം. അതിന് അദ്ദേഹത്തിനുള്ള യോഗ്യത പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ MES-ൻ്റെ സ്ഥാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഡോക്ടർ അബ്ദുൽ ഗഫൂർ ആദരിക്കപ്പെടേണ്ടത്. MES-ന് ജന്മം നൽകി എന്നത് നിശ്ചയമായും അദ്ദേഹത്തെ എക്കാലവും ഓർക്കാൻ തക്കതായ കാരണമാണ്. പക്ഷേ MES-ന് ജന്മം നൽകിയ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ആദരിക്കപ്പെടേണ്ടത് MES-ന് ജന്മം നൽകുന്നതോടൊപ്പം ഫസൽ ഗഫൂറിനും ജന്മം നൽകി എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ഫസൽ ഗഫൂറാണ്. തൻ്റെ പിതാവ് MES-നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത മൂല്യങ്ങളുടെ പാതയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭരായ ഒരു കൂട്ടം സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളോടുകൂടി, അത് പ്രധാനമാണ്. ആർക്കും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല.
ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് ആരെങ്കിലും എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഓർക്കണം, അവർ ഒറ്റയ്ക്ക് പിറന്നതല്ല, അവരുടെ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് അവർക്ക് ജന്മം നൽകിയത്. അപ്പം അത് സാമാന്യമായ ശാസ്ത്ര തത്വമാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം MESന്റെ ഇതുപോലൊരു സംരംഭവുമായി ഈ രൂപത്തിൽ സഹകരിക്കുമ്പോൾ മറ്റൊരു ചെറിയ രഹസ്യം കൂടി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. അത് ഒരർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ MES ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊന്നാനി MES കോളേജിൽ പഠിക്കുകയും പൊന്നാനി MES കോളേജിൽ പഠിക്കുന്നതിനൊപ്പം SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ SFI പ്രവർത്തനങ്ങളിലൂടെ പൊന്നാനി MES കോളേജിൽ വളർന്നു വന്ന ആ അത്യാവശ്യം സുന്ദരിയായ വിദ്യാർത്ഥിനിയെ SFIയുടെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ ശരി നമുക്ക് ഒരുമിച്ച് ജീവിച്ചേക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ബെറ്റിയും ഞാനും അടങ്ങുന്ന കുടുംബം രൂപപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ പൊന്നാനി MES കോളേജ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ വലിയ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇതോടൊപ്പം MES എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിൻ്റെ വളരെ കൗതുകകരവും ശ്രദ്ധേയവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു ഭാഗം ഇതിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട്. എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാക്കി ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. MES തുടങ്ങുമ്പോൾ ഡോക്ടർ അബ്ദുൽ ഗഫൂർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രചാരണമാണ് ആദ്യം നടത്തിയത്. സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ്, ഒരു സ്ഥാപനവും തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967 പൊന്നാനിയിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊന്നാനി ശാഖയുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നു. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇവിടുത്തെ MES യൂണിറ്റ് ഈ നാട്ടുകാരുടെ സഹായത്തോടുകൂടി കുറച്ച് സ്ഥലവും ഒരൽപ്പം പൈസയും സംഘടിപ്പിച്ച് തന്നാൽ ഇവിടെ ഒരു കോളേജ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാൻ MES ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താം. അങ്ങനെ പറയുമ്പം അത് വളരെ പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് അദ്ദേഹം കണക്കാക്കിയിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ വാഗ്ദാനം നൽകി ഒരു വർഷത്തിനുള്ളിൽ 1968 ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സഖാവ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയും ശ്രീ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സഖാവ് EK ഇമ്പിച്ച് ബാബ എവിടുത്തുകാരനാണ്, പൊന്നാനിക്കാരനാണ്, സഖാവ് EK ഇമ്പിച്ച് ബാബ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഗവൺമെന്റ് 32 ഏക്കർ സ്ഥലം ഈ പൊന്നാനി MES കോളേജ് ആരംഭിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അവിടെ നാട്ടുകാര് MESന്റെ യൂണിറ്റ് അന്ന് പിരിച്ചുകൊടുത്ത തുകയുടെ വലിപ്പം കണ്ടാൽ കണക്കാക്കി നോക്കുമ്പോൾ വളരെ വലിയ തുകയാണ്. അന്നത് 1,25,000 രൂപയോ മറ്റുമാണ്. മൂല്യം ഒക്കെ വന്ന വ്യത്യാസം കണക്കാക്കുമ്പോൾ മറ്റൊന്നാണ്. ഇന്നത് ചരിത്രമാണ്. ഞാനിപ്പം എൻ്റെ ജീവിത പങ്കാളി ബെറ്റി അവിടെയാണ് പഠിച്ചത് 3 വർഷം. അവിടെ പിന്നെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, KSU ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ SFIയുടെ നേതൃത്വത്തിലൊരു മുന്നണി ആദ്യമായിട്ട് ജയിക്കുന്നത് ബെറ്റി അവിടെ SFIയുടെ ഭാരവാഹി ആയിരിക്കുമ്പോഴാണ്. അപ്പം ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത കുട്ടിയാര് എന്നും അന്ന് ആലോചനയിൽ വന്നു. പക്ഷെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടിയിരുന്ന ഒരാള് അത് തിരക്കിൽ വിട്ടുപോയതായിരിക്കും.
പത്മശ്രീ കിട്ടിയ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഈ MES കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തളാപ്പിൽ പ്രദീപ്, ടി പ്രദീപ്. അദ്ദേഹം ചെന്നൈ IIT-യിൽ നാനോ ടെക്നോളജി വിഭാഗത്തിൻ്റെ തലവനാണ്. അദ്ദേഹം നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ചെറുതിൻ്റെ ശാസ്ത്രം. ആ നാനോ ടെക്നോളജിയിൽ ലോക നിലവാരത്തിൽപ്പെട്ട ഗവേഷണം നടത്തുന്നയാളാണ്. ഏതാനും വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം നാനോ ടെക്നോളജിയിലെ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനത്തിന് അർഹനായാലും ആരും അതിശയിക്കരുത്. ആ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇവിടെ ആദരണീയനായ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ അക്കാദമിക മേഖലയുടെ ചില ബലഹീനതകളെക്കുറിച്ച് പറഞ്ഞു. ഒരു സംശയമില്ല, ബലഹീനതകളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ശാസ്ത്രമേഖലയുടെ ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പോലും വളർച്ചയ്ക്കിടയിൽ, ബലത്തിനിടയിൽ ബലഹീനതയുണ്ടാവും. ഞാനിത് പറയാൻ കാരണം, ഈ തളാപ്പിൽ പ്രദീപ്, പ്രൊഫസർ പ്രദീപ് നമ്മുടെ നാട്ടിലെ സാധാരണ സ്കൂളിൽ പഠിച്ച്, MES കോളേജിൽ പഠിച്ച്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ പഠിച്ച്, ഡോക്ടറേറ്റ് എടുത്ത് ഇന്ന് ലോകത്തെ നാനോ ടെക്നോളജിയിൽ ഏറ്റവും സമുന്നതരായ ശാസ്ത്രജ്ഞന്മാരുടെ നിലയിൽ അജയൻ പുളിക്കനെ പോലെ അമേരിക്കയിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരിക്കുന്ന ആളുണ്ട്. തൃശ്ശൂർക്കാരനാണ്. ഈ തളാപ്പിൽ പ്രദീപിനെ പോലെ തന്നെ ലോകോത്തര ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ ഒരുപാട് പേർ നമ്മുടെ സ്കൂളുകളിൽ നിന്നും നമ്മുടെ കോളേജുകളിൽ നിന്നും, പൊന്നാനി കോളേജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പ്രദീപിന്റെ കാര്യത്തിൽ ഇവിടെ പഠിച്ചു വളർന്നു വരുന്നുണ്ട്. പ്രൊഫസർ ബിന്ദു നമ്മുടെ ഇപ്പൊ ചുമതല ഒഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഈ പ്രദീപിനെ അറിയാം. അവർ തമ്മിൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ വേദികൾ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, കൊച്ചിൻ സർവകലാശാലയുടെ ക്യൂസാറ്റിന്റെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് പ്രൊഫസർ ജോസഫ് ഉണ്ടശ്ശേരിയെ സമീപിച്ചുവെന്ന്. അദ്ദേഹം 57 ഗവൺമെന്റിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ ഭാവി സർവകലാശാല വൈസ് ചാൻസലർ, മുൻ വിദ്യാഭ്യാസ മന്ത്രിമാർ പലരും ഉണ്ടാവും, പക്ഷെ അവർക്കൊരു സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖല, അത് പൊതുവിദ്യാഭ്യാസമായാലും ഉന്നത വിദ്യാഭ്യാസമായാലും നേട്ടത്തിന്റെ ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, കുറവുകളുടെയും ബലഹീനതകളുടെയും ഉദാഹരണവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂട്ടായി ശ്രമിക്കേണ്ടത് ബലഹീനതകൾ കഴുകിക്കളഞ്ഞുകൊണ്ട് വളർച്ചയുടെയും നേട്ടത്തിൻ്റെയും ലോക നിലവാരത്തിലെത്താനുള്ള അന്വേഷണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ മേഖലയിൽ MES നൽകിയിട്ടുള്ള മൂല്യവത്തായ സംഭാവനകൾ അതോർക്കാനുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് MES പ്രസ്ഥാനം സമാരംഭിച്ചതിൻ്റെ 60ാം വാർഷികാഘോഷത്തിൻ്റെ സമാപന പരിപാടികൾ. ഈ സമാപനം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ MES-ന്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ മുന്നേറ്റത്തിൻ്റെ തുടക്കമായി ഈ സമാപനം മാറും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സർ.